ഞാൻ ഇപ്പൊ ആഗ്രഹിക്കാം, പഠിച്ചോനെ യൂസുഫ് അലിയെ പോലെ എന്നെ ആക്കണമല്ല, യൂസുഫ് അലിയെ പോലെ ആക്കണമല്ല. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ യൂസുഫ് അലിയെ പോലെ ആകുന്നില്ല, ഏറ്റവും വലിയ കോടീശ്വരനെ പോലെ ആകുന്നില്ല. അപ്പൊ പറയാ, പഠിച്ചോനെ യൂസുഫ് അലി എന്നെ പോലെ ആക്കിയേക്കാൻ, നേരെ എത്തിക്കാനിലാക്കിയേക്കാൻ. മനുഷ്യന്റെ ആഗ്രഹമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ളത് കൈസ് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് പള്ളികൾക്കും ഞങ്ങളുടെ നാട്ടിൽ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട് പത്തനാപുരത്ത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ സ്വത്തിൽ നിന്ന് അല്പം അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ പണ്ടുള്ളവര് ചില ആൾക്കാർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുഞ്ഞിനകത്ത് കയറ്റിക്കൊള്ളാൻ പറയും, കുഞ്ഞിനെ എടുത്ത് മാറ്റിക്കൊള്ളാൻ പറയും. ചിലർ വരുന്നത് കാണുമ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ചുമ്മാതെ പറഞ്ഞതല്ല. ഈ കണ്ണെന്ന് പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. അസൂയയുടെ കണ്ണ്. ഈ കണ്ണന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ ഇവിടെ മുത്തഅല്ലിങ്ങൾ പഠിക്കുന്നു, ഇവിടെ മുത്തഅല്ലിങ്ങൾ ഉസ്താദന്മാരെ ആദരിച്ചു. അല്ലാഹു പണ്ഡിതന്മാരിൽ പെടുത്തുമാറാകട്ടെ. ഒരു മുത്തഅല്ലിമായ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു ഹാഫിളായ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, അല്ലാഹ് എൻ്റെ മോനെ അങ്ങനെ ആക്കി തരണേ അല്ലാ. അത് വേറെ. പടച്ചവനെ, ആ മോനെ പോലെ എൻ്റെ മോനെ നീ ആക്കിയിരുന്നെങ്കിൽ, അവന് ഹാഫിളും ആലിമൊക്കെ ആയിരുന്നെങ്കിൽ, ഇത് വേറെ. ഇതങ്ങനല്ല. ഈ ഐനുൻ ഹാസിദ് എന്ന് പറയുന്ന കണ്ണെന്ന് പറഞ്ഞാൽ